ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലെത്തിച്ചു. പോറ്റിയെ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. ആദ്യത്തെ കേസായി പരിഗണിക്കും. പോറ്റിയെ ഇന്ന് തന്നെ SIT കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി പത്തനംതിട്ട റാന്നി കോടതിക്ക് മുന്നിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. പോറ്റിയെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ കേസായി തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ആദ്യത്തെ കേസായി തന്നെ പരിഗണിക്കാനായാണ് സാധ്യത. എന്തായാലും ഈ കോടതി നടപടികൾ അല്പസമയത്തിന്, അതായത് 11 മണിയോടുകൂടിയാണ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ നടപടിക്രമങ്ങൾ തുടർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് കൂടുതൽ സമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സ്വർണം എങ്ങോട്ടാണ് കൊണ്ടുപോയത് അത് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും അതോടൊപ്പം കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണവും എത്തുകയാണ്. കൂടുതൽ പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം, പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ഇനി ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി ആരൊക്കെയാണോ ഈ ഗൂഢാലോചനയ്ക്കും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയ്ക്കും കൂടെയുണ്ടായിരുന്നത്, ആരൊക്കെയാണോ വീതം വെച്ചെടുത്തത്, അവരെയൊക്കെ തന്നെ അന്വേഷണ സംഘം കോടതിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ കേസായി തന്നെ ഈ ഒരു കേസ് പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം അടക്കം സന്നിധാനത്ത് പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിൽ പരിശോധനകളും പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം ഇവർ എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ഇനി കൂടുതലും ലഭിക്കുവാനുള്ളത്. ആ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തിയതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു പ്രതിപട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്കുള്ള അന്വേഷണം അത് തന്നെയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇനി അടുത്തുള്ളവരിലേക്ക് പോകുക. കൂടുതലായും ദേവസ്വം ഉദ്യോഗസ്ഥരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാലങ്ങളായുള്ള ഇടപഴകൽ, അതായത് പല സംഭവങ്ങളിലും ശബരിമല ക്ഷേത്രത്തിലെ വിവിധ പദ്ധതികൾക്കടക്കം സംഭാവന നൽകിയിട്ടുള്ള സ്പോൺസർഷിപ്പ് നമുക്കെല്ലാം അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനാരൊക്കെയാണോ കൂട്ടുന്നത്, എങ്ങനെയാണോ ഈ സ്വർണം കവർച്ച ചെയ്യുവാനുള്ള പദ്ധതി തയ്യാറാക്കിയത്, ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്, ആ നിർണായക വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇനി വരും ദിവസങ്ങളിൽ, അതായത് നാളെ ശനിയാണ്, ഞായറാണ്, അങ്ങനെ കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ സമയം കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിലൂടെ ഈ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ അത് കുറച്ചുകൂടെ വ്യക്തമാവാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മുൻ ദേവസ്വം അംഗങ്ങൾക്ക് മാത്രമാണോ പങ്കുള്ളത്, നിലവിലുള്ള ദേവസ്വം അംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ അവർക്കുമുള്ള പങ്ക് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായും ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വെക്കുവാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു ആവശ്യം. ആ ആവശ്യം തന്നെയാണ് ഇന്ന് കോടതിയിൽ അവർ അപേക്ഷയായി സമർപ്പിക്കുക. എന്തായാലും ഇനി വരുന്ന ഘട്ടത്തിലാണ് ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട സ്വർണം അത് എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. എന്തായാലും ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഈ സ്വർണം അത് ചെമ്പായി മാറിയത് എങ്ങനെയെന്നൊക്കെ തന്നെ, അത് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണെന്നൊക്കെ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. മകസറിൽ ഉൾപ്പെടെ ഈ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുവാനുണ്ടായിട്ടുള്ള സാഹചര്യം, അത്തരത്തിൽ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നതിനെ കുറിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നതിൻ്റെ
അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ചെറിയൊരു ശതമാനം ഈ തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ, ആ കൊള്ള മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും എത്രയോ സ്വർണ്ണ കവർച്ചയായാലും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള തട്ടിപ്പുകളായാലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നത് തന്നെയാണ് ഭക്തരുടെ എല്ലാം ആവശ്യം. ഈ ഒരു നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതും പിന്നീട് അതിനു മുമ്പായി തന്നെ ഈ കട്ടിള അവിടെ നിന്നും കൊണ്ടുപോയതിലുമൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ യാത്ര ദുരൂഹമാണെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻമൊഴിയുടെ വൈരുദ്ധ്യങ്ങളും അതും പരിശോധിച്ചിരുന്നു. അതിനുശേഷം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സന്നിധാനത്ത് SIT പരിശോധന നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസവും ഈ പരിശോധന പുരോഗമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു സ്പോൺസറായി അവതരിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, കീഴ്ശാന്തിയായി അവിടെ സഹായിയായും ഒക്കെ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള വലിയ ഇടപാടുകൾ, വലിയ തട്ടിപ്പുകൾ, ഈ വലിയ കൊള്ളയ്ക്ക് ഒരു നേതൃത്വം നൽകി എന്നുള്ളത് തന്നെയാണ്. അതിന് ആരൊക്കെയാണ് അവരുടെ പിന്നിലുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത 2 കേസിലും അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികൾ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോടതി കൃത്യമായും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് ഇന്ന് തന്നെ വിട്ടു നൽകുമോ എന്നതിലാണ് ഒരു സംശയമുള്ളത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ വയ്ക്കുമ്പോൾ തീർച്ചയായും ദിവസങ്ങളോളം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. കാരണം കുറച്ച് മണിക്കൂർ ഒന്നും തന്നെ ചോദ്യം ചെയ്താൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതെ, മനോജ് പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടുന്നതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയേ മതിയാവുകയുള്ളൂ. കാരണം ആ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും. എന്ന് മാത്രമല്ല, ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണ് എന്നുള്ളത് കൂടി കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട് എന്ന് അറിയാം. പക്ഷേ അത് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വരണം. എങ്കിൽ മാത്രമേ 2019 മുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, എന്തൊക്കെ കള്ളക്കളികൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുമാത്രമല്ല, ഒരല്പം വിശാലമായി തന്നെ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം എത്തിയാൽ പോരാ കാര്യങ്ങൾ. കാരണം ഉദ്യോഗസ്ഥർ ഒന്നും അറിയാതെ ഇത്തരം പ്രവൃത്തിയിൽ ഒരു സ്പോൺസറെ കൊണ്ടുവന്ന് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടി ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ അന്വേഷണം എത്തുകയല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു അന്വേഷണം. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തട്ടിപ്പിന് ഗൂഢാലോചന നടത്തിയതിൽ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നതൊക്കെ പരിശോധിച്ച് വരുമ്പോഴും ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം അതുതന്നെയാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരിന് ഇത് അറിവില്ലായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയായും അടക്കം ഇടപഴകിയിട്ടുള്ളതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മന്ത്രിമാരുടെ അടക്കം ബന്ധം, ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളവരുടെ ബന്ധം എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയിൽ വീതം പറ്റിയിട്ടുള്ളത് ഉദ്യോഗസ്ഥർ മാത്രമാണോ എന്നതും അതോടൊപ്പം രാഷ്ട്രീയക്കാരുണ്ടായിരുന്നോ എന്നതുമൊക്കെ പരിശോധിക്കണം. എന്തായാലും അതിൻ്റെയൊക്കെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഈ ചോദ്യം ചെയ്യലിലൂടെ, അതായത് 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങളും ലഭിക്കുന്നതോടുകൂടി ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വലിയൊരു കൊള്ള ശബരിമലയിൽ നടത്താൻ പറ്റില്ല. കാരണം അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കൂടുതലും അവിശ്വാസികൾ തലപ്പത്തുള്ള ഒരു ബോർഡാണ്. അത് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ആരോപണവും അത് പരിശോധിക്കുമ്പോൾ ശരിയും തന്നെയാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഈ നിയന്ത്രണങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ തട്ടിപ്പുകൾക്കും അവർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ശബരിമലയിലെ തന്നെ സ്വർണം ചെമ്പാക്കി മാറ്റുവാനും അവർക്ക് നൽകുന്ന ആ ഒരു
പ്രേരണ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. ആ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് തെളിവുകളടക്കം ഇനി പിടികൂടേണ്ടത്. എന്തായാലും പരിശോധന ശക്തമാകുമ്പോൾ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് പിന്നിലുണ്ടാകുന്നത്, ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അതായത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ഇത്തവണ അതായത് അതിന് പിന്നീടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തിടപഴകിയിട്ടുള്ളത് ആരൊക്കെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അത് സർക്കാരിലേക്കും അന്വേഷണം നീളണം എന്നത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ സമയം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിലൂടെ വൻ സ്രാവുകൾ ഈ വലയിൽ വീഴാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്. കൃത്യമായും വീതം വച്ചു എന്നുള്ള കാര്യം തന്നെ, ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു തട്ടിപ്പ്, അങ്ങനെ ഒരു കൊള്ള നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ ഇന്നും പലതും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തെളിവുകൾ അവർക്കെതിരായി വരുമെന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതോടൊപ്പം തന്നെ ശേഖരിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരിലേക്കും അവരിൽ നിന്ന് അപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം ഈ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കോടതി നടപടികൾ ആരംഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ ഇവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. ശരി മനോജ്, എന്തായാലും കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.